ശബരിമലയെ സംബന്ധിച്ചോളം തീർത്ഥാടനത്തെ സംബന്ധിച്ചോളം പൊതുവായ ഒരു സംശയമുണ്ട്. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ആരോഗ്യപരമായിട്ട് എടുക്കേണ്ടത് ശബരിമലയിലേക്ക് എത്തുന്നതിന് മുമ്പ്? ശബരിമല എല്ലാവർക്കും അറിയാം, നമ്മൾ വ്രതങ്ങൾ നോറ്റ് കയറി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ മല കയറുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ചേറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒന്ന്, മല കയറാനുള്ള ആരോഗ്യം നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കണം ഇതിനകത്ത് ആദ്യത്തെ കാര്യം. പലവിധ അസുഖങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നവർക്ക് മുൻകൂട്ടി തന്നെ ചെറിയ കയറ്റങ്ങൾ കയറിയോ നടന്നോ നമ്മൾക്ക് നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഉണ്ട്. പ്രത്യേകമായി എന്തെങ്കിലും അസുഖമുള്ളവർ അക്കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്. നമ്മുടെ ഈ വ്രതം ഇതിനു വേണ്ടി തന്നെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്താൻ വേണ്ടി കൂടി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. തയ്യാറെടുപ്പുകളില്ലാതെ, അതായത് നമ്മളത്തെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് പേരും ഒരു സെഡൻറ്ററി ലൈഫ്, അതായത് ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പം പെട്ടെന്നൊരു ദിവസം മല കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒത്തിരിയാണ്. ആ പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മുൻകൂട്ടി തന്നെ നമ്മൾ മല കയറുന്നതിന് മുന്നേ ചെറിയ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യത്തെപ്പറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യമായ അസുഖമുള്ളപ്പോൾ, അതിപ്പോൾ ഒരു നല്ലൊരു പനി ആയിക്കോട്ടെ, ചുമയായിക്കോട്ടെ, കാര്യമായി അസുഖം പെട്ടെന്ന് വന്ന ഒരു അസുഖമുള്ള സമയത്ത് മല കയറാതെ അത് മാറിയതിന് ശേഷം മല കയറുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. നമുക്ക് തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം നടക്കുക അങ്ങനെയുള്ളതാണോ? ഒന്ന് മല കയറുന്നതിനുള്ള തയ്യാറെടുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾക്ക് ഒരു ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഏകദേശം അടുപ്പിച്ച് നമ്മൾ 2-3 കിലോമീറ്റർ നടക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ചെറിയ കയറ്റങ്ങൾ കയറിയാലും ഉറപ്പ് വരുത്താവുന്നതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അതായത് നമുക്ക് എന്തെങ്കിലും അസുഖമുള്ളവർ മുൻകൂട്ടി ശ്രദ്ധിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു ലക്ഷണവുമില്ലാതെ പെട്ടെന്ന് വരാം. അപ്പം മുൻകൂട്ടി ഒരു ഇരുന്ന് മാത്രം ശീലമുള്ളവർ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എടുക്കേണ്ടത് ഉണ്ട്. ഈ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും അത് ഇവിടെ എത്തുമ്പോഴും ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു മേജർ പ്രശ്നം, ഇവിടെ മല കയറുമ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. ഇത് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖം ഉള്ളവർക്കും അതില്ലാത്തവർക്കും ബാധകമാണ്. നേരത്തെ അസുഖമുള്ളവരാണെങ്കിൽ മരുന്നുകൾ മുടങ്ങാതെ അവരെല്ലാം തന്നെ കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് ഈ അടുത്തായി നമ്മൾ കാണുന്നത്, ഇവർ വ്രതം നോക്കുന്നതിൻ്റെ ഭാഗമായി വ്രതം തുടങ്ങുമ്പോൾ തന്നെ മരുന്നുകളെല്ലാം നിർത്തുന്ന ഒരു പതിവ് കുറേയേറെ തീർത്ഥാടകരിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, തുടർച്ചയായി കഴിക്കേണ്ടുന്ന ഹാർട്ടിൻ്റെതായാലും ഒരു പ്രമേഹത്തിൻ്റെതായാലും പ്രഷറിൻ്റെതാണെങ്കിലും സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളൊന്നും ഒരു കാരണവശാലും മുടക്കരുത്. അത് കൃത്യമായി തന്നെ എല്ലാവരും കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ മല കയറുമ്പോഴും ഇവിടെ എത്തുമ്പോൾ കഴിക്കാനുള്ള മരുന്നുകളും കയ്യിൽ കരുതേണ്ടതും ആണ്. വളരെ പ്രധാനപ്പെട്ട പലർക്കും ഹൃദയാഘാതം ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു നെഞ്ചിന് വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് ബന്ധപ്പെടേണ്ടത്? ഇതിനകത്ത് മല കയറുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഹാർട്ടിന് അസുഖം ഉള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ പതുക്കെ മാത്രം മല കയറുക എന്നുള്ളതാണ്. നമ്മൾക്ക് ചിലരൊക്കെ ചെറുപ്പക്കാർക്കൊക്കെ ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ടോ 3/4 മണിക്കൂർ കൊണ്ടോ പെട്ടെന്ന് കയറി എത്താം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളൊരു മാതൃകയാക്കരുത്. നല്ല സമയമെടുത്ത് വളരെ പതിയെ മാത്രം മല കയറുക എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനമായ കാര്യം. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കയറി തുടങ്ങിയതായി എത്താനായി നമുക്കൊരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും നെഞ്ചിനൊരു അസ്വസ്ഥത പോലെയോ ഒരു ശ്വാസം മുട്ട് പോലെയോ ഒന്ന് വേർക്കുന്ന പോലെയോ തോന്നി, അല്ല അത് കയറിയതിൻ്റെ ക്ഷീണമായിരിക്കാം, ഇപ്പോൾ ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ ചെന്നാൽ ഞാൻ എത്തിയല്ലോ എന്ന ധാരണയിൽ നടക്കുമ്പോഴാണ് പലപ്പോഴും കുഴഞ്ഞു വീഴുകയും അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് തോന്നിയാൽ തന്നെ ആ സ്ഥലത്ത് നമ്മൾ വിശ്രമിക്കേണ്ടതാണ്. മല കയറുന്ന വഴിക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് വിശ്രമിക്കാനും ഇരിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. ആ എല്ലാ സ്ഥലത്തും ഇരുന്ന് വിശ്രമിച്ച് വളരെ പതിയെ മാത്രം കയറുക. ഓരോ 100 മീറ്റർ കയറുമ്പോഴും 1 മിനിറ്റ് വിശ്രമിച്ചാൽ ഏറ്റവും നല്ലതാണ്. അത് എന്തെങ്കിലും വളരെ നിസ്സാരമായ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് ഫുൾ വിശ്രമിച്ച് ആ ബുദ്ധിമുട്ട് മാറിയതിന് ശേഷം മാത്രം വീണ്ടും കയറുക. അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ട് കയറുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവപ്പെടുന്നത്, നമുക്ക് വലിയ കുത്തനെയുള്ള 2 മലകൾ, നീലിമലയും അപ്പാച്ചിമേടുമാണ്. നമ്മൾ വഴിയിൽ സന്നിധാനത്തും പമ്പയിലും നമുക്ക് ആശുപത്രികളുണ്ട്. കൂടാതെ നീലിമലയിലും അപ്പാച്ചിമേടിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയോളജി സെൻ്ററുണ്ട്. ഇത് കൂടാതെ തന്നെ പമ്പയിൽ നിന്ന് നീലിമല എത്തുന്നതിന് മുന്നേ നമുക്ക് 3 എമർജൻസി മെഡിക്കൽ സെൻ്റർ ഉണ്ട്. അപ്പാച്ചിമേട് നീലിമല എത്തുമ്പോൾ 3 എണ്ണമുണ്ട്. അത് കഴിഞ്ഞ് 3 അങ്ങനെ ആകമൊത്തം ഒരു 19 എമർജൻസി മെഡിക്കൽ സെൻ്ററുകൾ. ഈ ഓരോ സെൻ്ററിലും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നേഴ്സ് ഉണ്ടാവും, ഒരു ഓക്സിജൻ കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും, ഒരു എമർജൻസി സ്ട്രെച്ചർ സർവീസും ഉണ്ടാവും. അപ്പോൾ ഈ എമർജൻസി മെഡിക്കൽ സെൻ്ററിലോ പമ്പ ആശുപത്രിയിലോ അല്ലെങ്കിൽ നീലിമല
അപ്പാച്ചിമേട് എന്നീ ആശുപത്രികളിലോ സന്നിധാന ആശുപത്രികൾ ഇത്രയും സ്ഥലങ്ങളായിരിക്കും, ചരൽമേടിലും ഉണ്ട്, ഇത്രയും സ്ഥലങ്ങളിലായിരിക്കും നമ്മൾക്ക് മെഡിക്കൽ സൗകര്യങ്ങളുള്ളത്. അപ്പം ഏറ്റവും അടുത്ത എമർജൻസി മെഡിക്കൽ സെൻറ്ററിൽ അല്ലെങ്കിൽ വഴിയിലെല്ലാം ഉണ്ടാവും, കയറി വരുന്ന വഴിയിലെല്ലാം സൈഡിലുണ്ട് എമർജൻസി മെഡിക്കൽ. ഓരോ സ്ഥലത്തും നമ്മൾ അതിൻ്റെ ഫോൺ നമ്പരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ആ ഫോൺ നമ്പറിലൊന്നും ഏറ്റവും അടുത്ത എമർജൻസി മെഡിക്കൽ സെൻറ്ററിലെ ഫോൺ നമ്പറിലൊന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ സെൻറ്ററിലേക്ക് ആരെങ്കിലും എത്താം. അത് പലപ്പോഴും ശ്രദ്ധിക്കുക വെച്ചാൽ കൂട്ടം പോകുമ്പോൾ 1-2 പേർ കൂട്ടം തെറ്റുക, ഈ കൂടെ ആരും ഉണ്ടാവില്ല ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ കൂടെയുള്ള അയ്യപ്പന്മാരാണ് എന്ന് ഒരാളെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഏറ്റവും അടുത്ത നമ്മുടെ കൂടെ അല്ലെങ്കിൽ പോലും ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുവാണെങ്കിൽ നമ്മൾ ഇടപെടണം, അല്ലേ? ഇടപെടണം. ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കൂടെ പലപ്പോഴും കൂട്ടം തെറ്റി വല്ല ഓരോരുത്തരോ 2 പേരോ മാത്രമായിട്ടല്ല നമ്മൾ കുഴഞ്ഞു വീണ് പലപ്പോഴും നമുക്ക് എടുത്തുകൊണ്ട് വരുന്നത് അടുത്തുള്ള പോലീസുകാരോ അല്ലെങ്കിൽ വോളണ്ടറി സർവീസ്. നമുക്ക് എല്ലാ സ്ഥലത്തും പോലീസുകാരും ഉണ്ട്, അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും വോളണ്ടിയേഴ്സും ഒത്തിരിയുണ്ട്. ഇതിൽ ആരെ സമീപിച്ചാലും ഇവർക്ക് അടുത്തുള്ള എമർജൻസി മെഡിക്കൽ സെൻറ്ററിലേക്ക് എത്തിക്കാനും ഉള്ള സ്ട്രെച്ചർ സർവീസും അത്യാവശ്യം വേണ്ട ആംബുലൻസ് സർവീസും നമുക്കുണ്ട്, 4 വീലർ ആംബുലൻസും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ഈ വോളണ്ടറി സർവീസുകാരെയോ എമർജൻസി മെഡിക്കൽ സെൻറ്ററിലോ ഏറ്റവും അടുത്തുള്ള പോലീസ് അയ്യപ്പന്മാരെയോ ആരെയെങ്കിലും സമീപിച്ചാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഫോൺ നമ്പർ എല്ലാ സ്ഥലത്തും നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആ ഫോൺ നമ്പറിലൊന്ന് വിളിച്ചാലും മതിയാവും, എത്തിയിട്ടുണ്ടാവും. അത് കൂടാതെ തന്നെ എല്ലാ സ്ഥലത്തും നമുക്കൊരു കൺട്രോൾ റൂമുണ്ട് പമ്പയിൽ. കൺട്രോൾ റൂമിൽ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എല്ലാം സംസാരിക്കുന്ന ആൾക്കാർ കൺട്രോൾ റൂമിലുണ്ട്. ആ കൺട്രോൾ റൂം നമ്പറിൽ വിളിച്ചാലും ഉടനടിയെ തന്നെ അവർക്ക് അതാത് ഭാഷയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയും.